ഒരു തമാശ നമുക്ക് വേണമെന്ന് കണ്ടു കളയാം. അത് നമ്മളുടെ അത് ഒരു കോയ കോളിംഗ് ആയിട്ട് നമ്മൾ വിടാനുള്ളതാണ്. പക്ഷേ ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, അതിന് നമുക്ക് ക്രിസ്മസ് കാരളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടാൽ അത് ശരിയാവില്ല. അതിന് നമ്മൾ അറബി മൂളിച്ച് തന്നെ വേണം. ഹലോ 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 ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ? അല്ല, ആരിഫ് ഇസ്ലാം ഹുസൈൻ തെരുവത്താണ്. ഇസ്ലാമിനൊക്കെ വിമർശിക്കുന്ന അത് ആരിഫ് ഹുസൈൻ തെരുവത്താണല്ലോ. മുഹമ്മദ് ഖാൻ വിമർശിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഞാൻ നിങ്ങളെ വിളിച്ചതേ, ആ നിങ്ങള് ഇസ്ലാമിനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതാരാ വിളിക്കുന്നു? ഇത് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് പേര് പുറത്ത് പറയാണ്ട് കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വിശ്വാസിയാണോ? അതെ, വിശ്വാസിയാണ്. അപ്പൊ പിന്നെ അവിടെ പേര് കൊണ്ട് പറഞ്ഞു എന്തപ്പോ ഇത്ര പേടിക്കാൻ? നിങ്ങളുടെ മതമല്ലേ. എന്നാലും എനിക്കതൊരു കാഫിറിന്റെ വായിന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഹസനുൽ ബന്ന പറയൂ. ട്രൂ കോളറിൽ അവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ പേടിച്ചാലോ? ഇവിടെ എക്സ് മുസ്ലിങ്ങൾ ജീവിക്കണം, അപ്പോഴാണ് വിശ്വാസികൾ. കാഫിറിന്റെ പറയും എന്താ ഞാൻ പറഞ്ഞ വിശ്വാസം ഇസ്ലാമിന്റെ പ്രശ്നമായിട്ട് ഞാൻ തെറ്റിദ്ധരിച്ച് പറഞ്ഞ കാര്യത്തിന് ഒരു ഉദാഹരണം പറയും. ഒരു ഉദാഹരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ താങ്കള് കാഫിറിങ്ങളെ കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞു. ആ അതെവിടെയാണെന്ന് പറയാൻ പറ്റുമോ? 9:5 ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. ഒരെണ്ണം 9:5. സൂറത്ത് തൗബയുടെ കോണ്ടക്സ്റ്റ് താങ്കൾക്ക് എന്താണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. എന്നാ ഒന്ന് പഠിപ്പിച്ചതാ. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, ഏത് യുദ്ധം? ഏത് യുദ്ധമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ അത് പറയും. അത് ശരി, നിങ്ങൾക്ക് അറിയാണ്ടാണ് അപ്പൊ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. നല്ല ആളാണല്ലോ. എന്താണ് ഹസനുൽ ബന്ന? ഇങ്ങനെയാണോ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളെ ശരിയാക്കാൻ വേണ്ടി വരുന്നത്? ഏതായാലും ഒരു യുദ്ധം നടന്നുകൊണ്ട് ഏത് യുദ്ധം എന്ന് പറ. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്നാ നോക്കിട്ട് വിളി. ഓക്കെ, നോക്കിട്ട് വിളി കേട്ടാ. ശരി. ആള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. നമുക്ക് കേൾക്കാം. സെക്കൻഡ്. ഹലോ. ആ, ഞാൻ നേരത്തെ വിളിച്ച വയനാട്ടിൽ നിന്ന് വിളിച്ച ബെന്നയാണ്. ഇപ്പൊ പേരൊക്കെ പറഞ്ഞു. അത് കറക്റ്റ് കിട്ടിയിട്ടില്ല, കാരണം അത് കിട്ടിയിട്ട് വിളിക്കേ. അത് കിട്ടിയിട്ട് നമ്മൾ ഇനി സംസാരിക്കുള്ളൂ. ഓക്കെ. അല്ലെ, താങ്കൾ പറഞ്ഞ വേറൊരു അത് കിട്ടിയിട്ടേ നമ്മൾ ഇനി സംസാരിക്കുള്ളൂ. താങ്കൾ പറഞ്ഞ വേറൊരു മണ്ടത്തരം. ഞാൻ കാത്തിരിക്കാം. ആദ്യം ഈ മണ്ടത്തരം തീരട്ടെ, എന്നിട്ട് അടുത്ത മണ്ടത്തരം. ഓക്കെ. 9:5 ഏത് യുദ്ധത്താന്ന് കണ്ടുപിടിച്ചിട്ട് വരും. ഞാൻ വിളിച്ചോളാം. ഞാൻ കാത്തിരിക്കും. ഓക്കെ, ഞാൻ കാത്തിരിക്കും. ഓക്കെ, നോക്കിയിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് ഇതിപ്പോൾ സംഭവിച്ചത് ഉച്ചയ്ക്ക് ഒരു 1:30 സമയത്താണ് സംഭവിക്കുന്നത്. സമയം 1:30 2:30 3:30 4:30 കോയയുടെ ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ അവസാനം ഒരു 6:45 ഞാൻ അങ്ങോട്ട് വിളിച്ചു. എന്താ പറയണത് നമുക്ക് കേൾക്കാലോ. പുള്ളി ഇങ്ങോട്ട് വിളിക്കണില്ല, എന്നാ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അതെ, ഞാൻ ഡിബേറ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല, കാരണം ഇന്ന് ആ ഒരു സമയത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ നാളെ വിളിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ഏതാ യുദ്ധം കിട്ടിയോ? യുദ്ധം കിട്ടില്ല, പക്ഷേ യുദ്ധം കിട്ടിയിട്ട് വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണ്ട. നമുക്ക് ഇങ്ങനെ കിടന്ന് മെഴുകുന്ന സമയം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ടി വിളിച്ചോ, ഇല്ലെങ്കിൽ വിളിക്കണ്ട. അല്ല, യുദ്ധം മാത്രമല്ല, നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അത് തീരുമാനമാക്കിയിട്ട് മുന്നോട്ട് പോവാ. നിങ്ങൾക്ക് യുദ്ധം ഏതാണ് കിട്ടിയോ? ഓക്കെ, അത് കിട്ടിയിട്ട് നാളെ വിളിക്കാം. അത് കിട്ടിയിട്ട് വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിളിക്കണ്ട. ഓക്കെ ഓക്കെ. പുള്ളി വിളിക്കാൻ പോകുന്നില്ല, കാരണം അങ്ങനെ യുദ്ധമില്ലെന്നേ. അതാണല്ലോ അതിൻ്റെ കാര്യം. അപ്പം ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ പോക്കരിയും നമ്മളെ സൽമാനും കൂടി പൊളിച്ചടുക്കിയ ആ ലൈവ് ഉണ്ടല്ലോ, എനിക്കത് മിസ്സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയാണ് നമ്മൾ പല പീസായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പോക്രി ആൻഡ് സൽമാൻ ഒരു രക്ഷയില്ല. കൈപ്പള്ളി തുടക്കത്തിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ലീവ് ചെയ്തു എന്നാണ് കണ്ടത്. എന്തായാലും അടിപൊളിയായിട്ട് സംഗതി കൊണ്ടുപോയി. അപ്പോൾ അതിനകത്തും നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ ഒരു അവസാനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. അപ്പോൾ ഏത് യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന യുദ്ധം എന്നില്ല, ഏത് യുദ്ധവും ആകാം. അപ്പോൾ അത് യുദ്ധം ഉണ്ടാകണമെന്നില്ല, പുതിയ യുദ്ധം വരാനിരിക്കുന്നതും ആകാം എന്നുമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ ചോദിക്കുക, ഏതായത് നമ്മളുടെ RV ബാബു പറഞ്ഞ മാതിരി എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല, അത് ആ യുദ്ധത്തിൽ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുക ഏത് യുദ്ധം? അപ്പോൾ യുദ്ധമില്ല. അപ്പോൾ
ഹിന്ദുക്കളുടെ കാര്യം വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പറയും ഒരു യുദ്ധമാണെന്ന്. ഏതാണ് ആ യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന യുദ്ധം എന്നില്ല, ഏത് യുദ്ധമാണ് എന്നും പറഞ്ഞു വെക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി, അതാണ് ഈ 9-5 എന്ന് പറയുന്നത്. ഈ ഇപ്പോൾ നമ്മളെ വിളിച്ച ഹസനുൽ ബന്ന, കാഫിറിൻ്റെ നാവുകൊണ്ട് പേര് വിളിക്കണ കേട്ട എന്തോ ഊരി പോകുന്നതാണ് മൂപ്പര് പറഞ്ഞത്. ഏതായാലും അറ്റം ചെത്തിയ ടീമല്ലേ നമ്മളും നിങ്ങളൊക്കെ അറ്റം പോയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഹസനുൽ ബന്ന അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഹസനുൽ ബന്ന എത്ര തപ്പിയാലും അങ്ങനെ ഒരു യുദ്ധം കിട്ടാൻ പോകുന്നില്ല. കാരണം അത് അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ അവസരത്തിലല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹസനുൽ ബന്ന ഇനി അത് തപ്പി പിടിച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചാൽ കിയാമത്ത് നാളായാലും വിളിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹസനുൽ ബന്ന എന്നോട് ക്ഷമിക്കുക. ഹസനുൽ ബന്നയുടെ പേര് ഹസനുൽ ബന്ന എന്ന് കാഫിറിൻ്റെ നാക്കുകൊണ്ട് ഇങ്ങനെ ഹസനുൽ ബന്ന എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഹസനുൽ ബന്ന എന്നോട് ക്ഷമിക്കുക. ഹസനുൽ ബന്നയുടെ പേര് ഇങ്ങനെ കാഫിറായ ഞാൻ ഹസനുൽ ബന്ന എന്ന് പറയുന്നതിൽ വലിയ വിഷമമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹസനുൽ ബന്ന കോളിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തിടാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഇട്ടത്. വളരെ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കട്ട് ചെയ്തിടാൻ പോയി കഴിഞ്ഞാൽ ഇത് തീരില്ല, മീൻസ് അതൊരു എരയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല കോളുകൾ ഇങ്ങനെ വന്ന് പോകാറുണ്ട്. ഇതിങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കൈയോടെ അങ്ങോട്ട് ഇട്ട് എന്നേ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La